إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എന്നും എപ്പോഴും എവിടെയും ഏത് സമയത്തും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമുക്കറിയാം, ഫലസ്തീൻ പ്രശ്നം എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ പ്രശ്നം എന്നതിലുപരി അത് യഥാർത്ഥത്തിൽ ലോക മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. മക്കയോടും മദീനയോടും നാം കാണിക്കുന്ന ഒരു പവിത്രത മസ്ജിദുൽ അക്സയുടെ കാര്യത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിക ലോകത്ത് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള മസ്ജിദുകളിൽ ഏറ്റവും മഹത്തായ മസ്ജിദ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പുണ്യങ്ങളുള്ള മസ്ജിദ്, മുഴുവൻ പ്രവാചകന്മാരും നിസ്കരിച്ച സ്ഥലം, മുഴുവൻ പ്രവാചകന്മാരെയും ഒരുപോലെ സംഗമിക്കപ്പെട്ട സ്ഥലം, അതൊക്കെയാണ് മസ്ജിദുൽ അക്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര നടത്തിയത് മക്കയിൽ നിന്ന് അക്സയിലേക്കായിരുന്നു. അക്സയിൽ നിന്നായിരുന്നു ആകാശത്തേക്കുള്ള യാത്ര. അപ്പൊ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം, അതുമാത്രമല്ല അതിൻ്റെ പരിസരവും അനുഗ്രഹപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹീതമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നിശാ യാത്ര ചെയ്യിപ്പിച്ചാൽ എത്രയോ പരിശുദ്ധനാണ്. എവിടുന്ന്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക്. അതിൻ്റെ പരിസരവും നാം അനുഗ്രഹീത പൂർണ്ണമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അക്സ മാത്രമല്ല, ഫലസ്തീൻ പ്രദേശം, ആ ഭൂമിക്കും അതിൻ്റെതായ പുണ്യമുണ്ട്, മഹത്വമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സ്ഥലം എവിടെയാണ്? അത് ഫലസ്തീനാണ്, മസ്ജിദുൽ അക്സയുടെ പ്രദേശങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പുണ്ടാകട്ടെ എന്ന് ദീനോട് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹും അഖ്സരീൻ എന്ന് പറഞ്ഞു. തീർച്ചയായും അവരെ ഏറ്റവും നഷ്ടപ്പെട്ടവരാക്കിയാണ് നാം ചെയ്തത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അവർ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു രക്ഷപ്പെടുത്തുകയുണ്ടായി. വനജൈനാ വലൗതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫിഹാ ലിൽ ആലമീൻ. ലൂത്തിനെയും
എവിടെ കൊണ്ടുവന്നത്? ഈ ഫലസ്തീനിലേക്കാണ്. ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹമാക്കി വെച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശത്ത് അദ്ദേഹത്തെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തഫ്സീറിൽ കാണാം, തഫ്സീറിൽ ഇബ്നു കസീറിൽ കാണാം, യഖൂലു തആല മുഖ്ബിറൻ അൻ ഇബ്രാഹിം അന്നഹു സല്ലമല്ലാഹു മിനൻ നാരി ഖൗമി وأخرجه من بين ظهره مهاجرا إلى بلاد الشام إلى الأرض المقدسة منها. അപ്പൊ ലോകർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അത് മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ പ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. അപ്പൊ അവിടത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ലോകർക്ക് വേണ്ടി അനുഗ്രഹമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമാക്കിയിട്ടുള്ള എന്നല്ല പറഞ്ഞത്, ലോകർക്ക് അനുഗ്രഹമാക്കിയിട്ടുള്ള ഭൂമി എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും ജൂതരും മുസ്ലിങ്ങളും എല്ലാവരും തങ്ങളുടെ പ്രധാനമായ ഇടമായി കാണുന്ന ഒരു പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ജെറൂസലം എന്ന് പറയുന്ന പ്രദേശം. ഇപ്പൊ അബൂ ദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു മസ്ജിദിൻ വുദിയ ഫിൽ അർദി അവ്വൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ ലോകത്താദ്യമായി പണിത പള്ളി ഏതാണ്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് മക്കയിലെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സുമായി പിന്നെ ഏതാണ്? ഖാല അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമത് പണിത പള്ളി മസ്ജിദുൽ അഖ്സയാണ്. ഖുൽതു കം കാന ബൈനഹുമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു, അതിന്റെ ഇടയിൽ എത്ര കാലം ഉണ്ടായിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 സന, 40 വർഷമാണ്. സുമൈനമാ അദ്റക്തക സലാത്തു ബഅദ ഫസല്ലി ഫൈനൽ ഫദ്ലഫി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്മാരാണ് മസ്ജിദുൽ അഖ്സ സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ഈ രണ്ട് പള്ളികളും മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും അത് മലക്കുകളാണ് പണിതത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള മഹാപ്രളയത്തിൽ അതിന് തകരാറ് വന്നപ്പോൾ അത് പുനർനിർമ്മിക്കുക മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ച് ചെയ്തത് എന്നാണ് ഇബ്നു കസീർ, ഇബ്നു ഹജർ അസ്ഖലാനി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആദ്യ കാലത്തേ ഉള്ള പള്ളികളാണ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ യാത്ര പുറപ്പെടരുത് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു യാത്ര നമ്മൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് 3 പള്ളികളിലേക്ക് മാത്രമേ പാടുള്ളൂ. അൽ മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൽ ഹറാമാണ്. വ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് എൻ്റെ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണ്. വ മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്. അതുപോലെ ബറാഇബ്നു ആസിബ് പറയുന്നുണ്ട്, സല്ലൈനാ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹവ ബൈത്തുൽ മഖ്ദിസ് 16 ഔ 17 ഷഹ്റൻ സുമ്മ സറഫഹു നഹ്വൽ ഖിബ്ലത്ത്. അതായത് ആദ്യം 16 മാസമോ 17 മാസമോ ഞങ്ങൾ കിബിലയായി കണക്കാക്കിയിരുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക് ആയിരുന്നു, അതിലേക്കായിരുന്നു നിന്ന് നിസ്കരിച്ചിരുന്നത്. പിന്നെയാണ് മസ്ജിദുൽ ഹറാമിലേക്ക്, മക്കയിലെ പള്ളിയിലേക്ക് കിബില മാറ്റം ഉണ്ടായത് എന്നാണ്. അതുപോലെ തന്നെ സഹാബികൾ ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് അഫ്തിനാ ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിനെ പറ്റി, മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഒന്ന് വിവരിച്ചു തന്നാൽ, ഒരു ഫത്വ നൽകിയാൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർളുൽ മഹ്ശരി വൽ മൻശർ, ഒത്തുചേരലിന്റെയും പുനരുദ്ധാനത്തിന്റെയും നാടാണത്, ഒത്തുചേരലിന്റെയും പുനരുദ്ധാനത്തിന്റെയും നാടാണ് എന്നാണ്. നമുക്കറിയാം, ഇസ്രാ മിഅ്റാജ് യാത്ര ചെയ്ത സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, മുസ്ലിമിലൊക്കെ ഉദ്ധരിക്കുന്നു, ഉതീതു ബിൽ ബുറാഖി വ ദാബത്തുൻ അബിയദു തുബീൽ ഫൗഖൽ ഹിമാരി വ ദൂനൽ ബഗ്ലി യലഹു ഹാഫിറഹു ഇൻദൽ മുൻതഹാ തർഫിഹി. എന്നിട്ട് ഹദീസ് ഇങ്ങനെ നീളമുള്ള ഹദീസാണ്. എൻ്റെ അടുക്കൽ ബുറാഖിനെ കൊണ്ടുവരപ്പെട്ടു, അത് കഴുതയേക്കാൾ നീളം കൂടിയതും കോവർ കഴുതയേക്കാൾ നീളം കുറഞ്ഞതുമായ ഒരു മൃഗമായിരുന്നു. അത് ദൃഷ്ടി എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ചലനങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ മസ്ജിദുൽ അഖ്സയിലെത്തി. അവിടെ കുറേ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാത്രം കൊണ്ടുവന്നു. ഒരു പാത്രത്തിൽ കള്ളായിരുന്നു, മറ്റൊരു പാത്രത്തിൽ പാലായിരുന്നു. ഏതെങ്കിലും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാല് തിരഞ്ഞെടുത്തു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഫിത്രത്തിനെയാണ്, ശുദ്ധ പ്രകൃതിയാണ് താങ്കൾ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ വെച്ചുള്ള നിസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തുള്ള എന്ത് ലഭിക്കുന്നതിനേക്കാളും അവിടെ വെച്ചുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ സംഗതിയാണ്, ഏറ്റവും പുണ്യകരമായ സംഗതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ കുത്തുബ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നബി ഇബ്രാഹിം നബിക്ക് 2 മക്കളുണ്ട്. ഒന്ന് ഇസ്മായിലാണ്, രണ്ടാമത്തെ ഇസ്ഹാഖാണ്. ഇതിൽ ഇസ്ഹാഖിന്റെ മകൻ യാക്കോബ്. യാക്കോബിന്റെ മറ്റു പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ബൈബിളിൽ ആ പേര് വരാൻ നല്ല രസമാണ്. യാക്കോബ് ഒരു വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ ദൈവം മനുഷ്യ രൂപത്തിൽ വരുന്നു. അപ്പൊ യാക്കോബ് എന്താക്കി, മൽപിടുത്തത്തിലൂടെ ദൈവത്തെ പിടിച്ചു വെച്ചു. അപ്പൊ യാക്കോബ് ആവശ്യപ്പെട്ടു, എന്നെ അനുഗ്രഹിക്കണം, എനിക്കൊരു വരം നൽകണം. അപ്പോൾ ദൈവം ചോദിച്ചത്ര, നിന്റെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു യാക്കോബ്. ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. എന്റെ പേര് ഇസ്രായേൽ എന്നാണ്. കാരണം നീ ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചിരിക്കുന്നു. എന്റെ പേര് ഇസ്രായേൽ എന്നാണ്. കാരണം നീ ദൈവത്തിനെയും തോപ്പിച്ചിട്ടുണ്ട്, മനുഷ്യനെയും തോപ്പിച്ചിട്ടുണ്ട്. ഇത് ബൈബിളിലുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 20 വചനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യ കൈകടത്തിൽ വന്ന വചനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ യാക്കോബ് നബിയുടെ 12 മക്കൾ, ആ 12 മക്കളുടെ ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ഈ 12ൽ ഏറ്റവും ശക്തമായ ഗോത്രം യൂദാ ഗോത്രമായിരുന്നു. അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വയം യൂതന്മാർ എന്ന് വിളിച്ചു. ആ പദത്തിൽ നിന്നാണ് ജൂതൻ, ജൂയിസ് എന്നുണ്ടായത്. ബൈബിൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ആ പേര് കാണുവാൻ സാധ്യമല്ല. അതുപോലെ യാക്കോബ് നബി ആദ്യം താമസിച്ചത് ബൈബിളിൽ കാനാൻ ദേശത്തായിരുന്നു, അതായത് പലസ്തീനിലായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിൽ എറിയുന്നത് പലസ്തീനിൽ വെച്ചിട്ടാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ മന്ത്രിയായിരുന്നു. അതിനുശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെയും സഹോദരങ്ങളൊക്കെ ഈജിപ്തിലേക്ക് ക്ഷണിച്ചു. അവർ ഈജിപ്തിലേക്ക് താമസം മാറി. സുഹൃത്ത് യൂസുഫിൽ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഈജിപ്തിലെ ഫിർഔന്റെ കാലഘട്ടത്തിലുള്ള ക്രൂരതയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി ചെങ്കടലിലൂടെ വീണ്ടും കര കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, പുണ്യഭൂമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട് സൂറത്ത് മാഇദയിൽ, യാ ഖൗമി ദഖുലു അൽ-അർള മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർദദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുക, ഫലസ്തീനിലേക്ക് പ്രവേശിക്കുക. കാരണം ചെങ്കടലിൽ കടത്തി ഫിറഔന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടത്തേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഖാലു യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ. അവിടെ പരാക്രമികളായ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടേക്ക് പ്രവേശിക്കൂല, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, തോന്നിവാസികളായ ആൾക്കാരാണ്, അവരെ പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നു പറഞ്ഞാൽ ആ കൗമ പറയാണ്, ഞങ്ങൾ അവിടെ പ്രവേശിക്കില്ല, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, തെമ്മാടികളാണ്, അവരെ നീ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രവേശിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമ അല്ലാഹു അലൈഹിമാ. അപ്പൊ അല്ലാഹുവിന്റെ അനുഗ്രഹം നൽകപ്പെട്ട ഭയപ്പെടുന്ന 2 ആൾ അക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു, ഇദ്ഖുലു അലൈക്കുമുൽ ബാബ ഫൈദാ ദഖൽതുമു ഫഇന്നകും ഗാലിബൂൻ. നിങ്ങൾ അവിടെ പ്രവേശിക്കുക, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങൾക്ക് തന്നെയായിരിക്കും വിജയം എന്നൊക്കെ പറഞ്ഞപ്പോ വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം ഖാലു യാ മൂസ ഇന്നാ ലൻ നുദ്ഖലഹ. ഞങ്ങൾ അവിടേക്ക് പ്രവേശിക്കില്ല, ഫലസ്തീനിലേക്ക് പ്രവേശിക്കില്ല. അങ്ങനെ അബദൻ, ഒരിക്കലും മാദാബു ഫിയ, ഒരിക്കലും അത് ഉണ്ടാവുകയില്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഉനാ ഖായിദൂൻ. നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളുടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ പ്രവേശിക്കില്ല എന്ന് ഷാഠ്യത്തിൽ അവർ പറഞ്ഞു. നീ നിന്റെ റബ്ബും പോയിട്ട് അവിടെ പോയിട്ട് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആർന്നു, ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖി. അല്ലാഹുവേ, എന്റെയും എൻ്റെ സഹോദരനായ ഹാറൂണിന്റെ കാര്യത്തിൽ ഒഴികെ മറ്റൊന്നും ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും ഫഫറുഖ് ബൈനനാ വബൈനൽ ഖൗമിൽ ഫാസിഖീൻ. ഇത് ഫാസിഖീങ്ങളായ തമ്മാടികളായ ആൾക്കാരാണ്, ധിക്കാരികളാണ് ഇവർ. ഇവരിൽ നിന്നും എന്നെയും എൻ്റെ സഹോദരനെയും നീ വേർപ്പെടുത്തണമേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹി. തീർച്ചയായും നിങ്ങൾക്ക് ആ സ്ഥലം ഹറാമാണ്.
ആർക്ക്? ഈ ബനൂ ഇസ്രായേലുകൾക്ക് 40 സന, 40 വർഷം. യതീഹൂന ഫിൽ അർദ് ഫലാ തഅസൽ ഖൗമിൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ഒരു ഫാസിഖീങ്ങളായ ധിക്കാരികളായ ആളെ ഓർത്തിട്ട് താങ്കൾ സങ്കടപ്പെടേണ്ട, അവർക്ക് 40 വർഷം ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. തുടർന്ന് 40 വർഷം പ്രവേശാനുമതി നിഷേധിക്കപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഘവും മരുഭൂമിയിൽ അലഞ്ഞു. അവിടെ വെച്ച് മണ്ണിയും സെൽവിയും ലഭിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഈ ഭക്ഷണം പോരാ, മണ്ണിയും സെൽവിയും പോരാ, ഗോതമ്പും ചീരയും പയറും ഉള്ളിയും മുളപ്പിച്ച് തരണം, അതിനുവേണ്ടി നീ റബ്ബിനോട് പ്രാർത്ഥിക്കണം. സൂറത്ത് ബഖറയിൽ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന പശുവിന്റെ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് അതിനുശേഷമാണ്, ഇവിടെ വെച്ചിട്ടാണ്, ഈ മരുഭൂമിയിൽ വെച്ചിട്ടാണ്. അവര് പറഞ്ഞു, നമുക്കിതൊന്നും ശരിയാവില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുവേ, എനിക്ക് മസ്ജിദുൽ അഖ്സ കണ്ടുകൊണ്ട് നീ എന്നെ മരിപ്പിക്കണേ. ഞാനൊരു വല്ലാത്തൊരു കൊലത്തിൽ 40 വർഷമായി ഇവിടെ ഇങ്ങനെ അലയാന്ന്. എനിക്ക് മസ്ജിദുൽ അഖ്സ കണ്ടുകൊണ്ട് മരിക്കുന്ന ഒരു പുണ്യം അത് നീ നൽകണമേ. വിശുദ്ധ ഭൂമിയിലേക്ക് കല്ലെറിയുന്ന വേഗത്തിൽ അടുപ്പിക്കണമേ, ആ രൂപത്തിൽ എന്നെ മരിപ്പിക്കണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഫലോ കുന്തു സമ്മല അറൈതുകും ഖബറഹു ഇലാ ജാനിബി ത്വരീഖി തഹ്തൽ കസീബിൽ അഹ്മർ. തീർച്ചയായും ഞാൻ ആ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ചുവന്ന മൺതിട്ടക്ക് കീഴെ വടിയോരത്ത് അദ്ദേഹത്തിന്റെ കബറ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു എന്നാണ്. ഇവിടെ രസകരമായൊരു സംഘമുണ്ട്. ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ ഇതേപോലെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് മവാബ് ദേശത്തെ നബൂവ മലയുടെ മുകളിൽ വെച്ച് മോശ മരിക്കുന്നു. അവന് 120 വയസ്സായിരുന്നു. അവസാനമായി പ്രാർത്ഥിച്ചു, യഹോവ ആ നല്ല ദേശം അവസാനമായി കണ്ടുകൊള്ളട്ടെ. ശേഷം മലയുടെ മുകളിൽ കയറി അദ്ദേഹം ദേശം കണ്ടു എന്ന അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തറിയില്ല, വായന അറിയില്ല. എന്നാൽ അതേപോലുള്ള സാദൃശ്യമായ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് വേദഗ്രന്ഥങ്ങളിൽ ഇന്നും അവശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേ വാക്ക് തന്നെയാണ് സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ ഇതേ രൂപം തന്നെ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ആവർത്തന പുസ്തകത്തിലുണ്ട് ഈ ഇസ്രായേലികർ അംഗീകരിക്കുന്ന മോശന്റെ കിതാബ് എന്ന് പറയുന്ന ആവർത്തന പുസ്തകം. അതിൽ കാണാം, യഹോവദാസനായ മോശ മവാബ് ദേശത്ത് വെച്ച് മരണപ്പെട്ടു, എങ്കിലും അവന്റെ ശവക്കീഴുടെ സ്ഥലം ഒരാളും അറിയുകയില്ല. മൂസാ നബിക്കാണ് എന്തിറങ്ങുന്നത്? ആവർത്തന പുസ്തകം ഇറങ്ങുന്നത്. അതിൽ പറയും, മോശ മരണപ്പെട്ടത് എപ്പോഴാണ്? യഹോവദാസനായ മോശ മവാബ് ദേശത്ത് വെച്ചിട്ടാണ് മരിച്ചത്. അതിന്റെ അർത്ഥം എന്താ? അത് പിന്നീട് എഴുതി ചേർത്തതാണ്. കാരണം മൂസാ നബിക്ക് ഇറക്കപ്പെട്ട കിതാബിൽ, ഗ്രന്ഥത്തിൽ മൂസാ നബി മരിച്ചിരിക്കുന്നു ഇന്ന സ്ഥലത്ത് നിന്നുണ്ടാവും. അത് പിന്നീട് എഴുതി ചേർത്തതാണ്. അങ്ങനെയുള്ള കുറെ വാക്കുകൾ കാണാൻ സാധിക്കും. സഹോദരന്മാർ, ഇവിടെ മൂസാ നബി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മൂസ മരണപ്പെട്ടെന്നുണ്ടാവില്ല. ഇത് പിന്നീട് എഴുതി ചേർത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഖുർആനിന്റെ മഹത്വം എത്രയോ പുണ്യകരമാണ്. അതിലൊരു മനുഷ്യന്റെയും കൈകടത്തലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കുന്നത് ക്രൈസ്തവരുടെ വിശ്വാസപ്രകാരം ആരാണ്? യഹൂദരാണ്. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം അദ്ദേഹം വധിക്കപ്പെട്ടിട്ടില്ല. അത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വഖൂലിഹിം ഇന്നാ ഖതൽനൽ മസീഹ് ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വമാ ഖതലു വമാ സലബു വലാകിൻ ശുബ്ബിഹ ലഹും. ഇത് വ്യക്തമായി പറഞ്ഞത് ഖുർആനാണ്. ഈസാ നബി വധിക്കപ്പെട്ടില്ല. എന്നാൽ ഈസാ നബി വധിക്കപ്പെട്ടു എന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് വരെ ലോകത്തുള്ള ക്രൈസ്തവന്മാർ യഹൂദികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിന്റെ ജ്വരത്താലാണ് ഫാസിസ്റ്റായ ഹിറ്റ്ലർ ആ നാട് ജർമ്മനിയിൽ കൂട്ടക്കശാപ്പ് യഹൂദികളെ വെച്ച് നടത്തി. എന്തുകൊണ്ടാണ്? അവരുടെ ക്രിസ്തുവിനെ കൊന്നതാരാണ്? ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇവര് വേണ്ട എന്നൊരു നിലപാടാണ്. അത് ഖുർആൻ പറയുന്നു അങ്ങനെ ഒരാളും കൊന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം യൂശ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. ഇത് ഖുർആൻ പേര് പറയുന്നില്ലെങ്കിലും എന്ന് പറഞ്ഞു. ഒരു ഭൃത്യൻ സൂറത്ത് കഹ്ഫിലുണ്ട്. ഒരു ഭൃത്യൻ ഇങ്ങനെ കടന്നു വന്നു. എന്നാൽ മുസ്ലിമില ആ ഭൃത്യൻ ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? യൂശ ബിൻ നൂനാണ്. അദ്ദേഹം മസ്ജിദുൽ അഖ്സ കീഴടക്കാൻ പോയി. വൻ സൈന്യമായിരുന്നു. പക്ഷെ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എന്നാൽ അന്ന് അവരുടെ ശറഅ് പ്രകാരം യുദ്ധം പാടില്ല.
അപ്പോൾ യൂശ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അദ്ദേഹം സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അന്ത മഅ്മൂറത്തുൻ വ അന മഅ്മൂറുൻ. നീ അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെട്ടവനാണ്, ഞാനും കൽപ്പിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് നീ ഇന്ന് അസ്തമിക്കരുത്. ബുഖാരിയുള്ള ഹദീസാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന കേട്ടു. അസ്തമിക്കുന്ന സമയം കുറച്ച് വൈകിപ്പിച്ചു. ആ സമയം കൊണ്ട് യൂശ ബിൻ നൂൻ എന്താക്കുന്നുണ്ട്? മസ്ജിദുൽ അഖ്സ പ്രദേശം കീഴടക്കുന്നുണ്ട്. ഇത് ഈ യൂശയുടെ പുസ്തകം 10-ാം അധ്യായം 13-ാം വചനത്തിൽ കാണാം, ജനങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ഇത് മുസ്ലിങ്ങൾക്ക് ഹദീസുകളിൽ മാത്രമുള്ളതല്ല, മറ്റു വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ്. ജനങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. അപ്പൊ അദ്ദേഹം കീഴടക്കി. ശേഷം അവർ വ്യതിചലിച്ചു. അമാലിക്കളുടെ രാജാവായ ജാലൂത്ത് ശേഷം മസ്ജിദുൽ അഖ്സ തിരിച്ചു പിടിച്ചു. അപ്പൊ സൂറത്ത് ബഖറയിൽ 246 മുതലുള്ള വചനങ്ങള് പ്രവാചകരുമായി വിശ്വാസികളുടെ ഒരു സമൂഹത്തിന് താലൂത്ത് എന്ന ഭരണാധികാരിയെ നിയമിച്ചു നൽകുന്നുണ്ട്. അവരിലുള്ള ന്യൂനപക്ഷമായ യഥാർത്ഥ വിശ്വാസികളുമായി താലൂത്ത് ഏറ്റുമുട്ടൽ നടന്നു. പ്രവാചകനുള്ള ഒരു സമൂഹത്തിൽ പ്രവാചകനെയല്ല ഭരണാധികാരിയായിട്ട് നിശ്ചയിക്കുന്നത്. താലൂത്ത് പ്രവാചകൻ എന്ന് പുറത്തുള്ള ഒരാളെ എന്തിനു വേണ്ടിയിട്ട്? ഈ ജാലൂത്തുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി. അങ്ങനെ താലൂത്ത് എന്താക്കി? ജാലൂത്തിനെ പരാജയപ്പെടുത്തി. ഏറ്റുമുട്ടൽ നടന്നു. അപ്പൊ അവിടെയും ഒരു രസകരമായ സംഗതിയുണ്ട്. താലൂത്തിന്റെ സേനാംഗങ്ങൾ പറയുന്നുണ്ട്, അതായത് പ്രവാചകനുള്ള വിശ്വാസികളുടെ സേനാനായകനായ രാജാവായ താലൂത്തിന്റെ സേനാംഗങ്ങൾ പറയുന്നുണ്ട്, ലാ തോക്കത്തലോ ബി ജാലൂത്ത വജുനൂദി, ജാലൂത്തിനെയും അവന്റെ സേനയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറ ബിഇذനില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ. താങ്കൾ അല്ലാഹുവുമായി ഞങ്ങൾ അല്ലാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് വിചാരമുള്ളവർ പറഞ്ഞു. എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് അല്ലാഹുവിന്റെ അനുമതിയോടെ എത്രയെത്ര വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയെന്നാണ്. അപ്പൊ താലൂത്തിന് ശേഷം ആ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബനൂ ഇസ്രായേലിൽപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകാലമായിരുന്നു അത്. പിന്നീട് പുത്രൻ സുലൈമാൻ നബി ഭരണാധികാരിയായി. അദ്ദേഹം അവിടെ ഒരു ദേവാലയം, ഹൈക്കൽ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കപ്പെടുന്നത് സ്ഥാപിച്ചു. ഇതാണ് ജൂതർ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ദേവാലയം. മസ്ജിദുൽ അഖ്സയ്ക്ക് കീഴെയുണ്ട്, താഴെയുണ്ട്. അതാണ് ഹൈക്കൽ ടെമ്പിൾ മൗണ്ട്. അത് ആര് സ്ഥാപിച്ചതാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ചതാണ്. പക്ഷെ സോളമൻ നിർമ്മിച്ച മന്ദിരം അവരുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയമാണ്. ഇന്നുള്ള മസ്ജിദുൽ അഖ്സയുടെ അതിന്റെ മീതെയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് അത് തകർക്കണമെന്നാണ് സിയോണിസ്റ്റുകളുടെ വാദം. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് മസ്ജിദുൽ അഖ്സ പുതുക്കി പണിയ മാത്രമാണ്. ഇത് പണ്ടേ ഉള്ളൊരു പള്ളിയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇതൊക്കെ ഈസാ നബിയുടെ ആഗമനത്തിന് മുമ്പാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുനരുദ്ധാരത്തിന് ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി ഹദീസുകൾ കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെ? അദ്ദേഹം 3 കാര്യം ചോദിച്ചു എന്നാ. ഒന്ന് ചോദിച്ചത് ഹുക്മൻ യുസാദിഫു ഹുക്മ, നീതിയോടെ വിധി കൽപ്പിക്കാനുള്ള കഴിവ്. രണ്ടാമത്തെ എനിക്ക് ശേഷം ഇങ്ങനെയുള്ള ഒരാൾക്കും നൽകാത്ത രാജാധികാരം. മൂന്നാമത്തത്, ആരെങ്കിലും മസ്ജിദുൽ അഖ്സയിൽ വന്ന് നിസ്കരിച്ചിട്ട് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പരിശുദ്ധി കിട്ടുന്ന മനസ്സിന്റെ ശരീരത്തിന്റെ ഉടമയാക്കണേ ആ കുഞ്ഞിനെ, അയാളെ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമ്മ സ്നത്താനി ഫഖദ് ഉർതിയ ഉമ്മ. ആദ്യം പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. അർജു അൻ യകൂന ഖദ് ഊതിയ സാലിസ. മൂന്നാമത് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, മസ്ജിദുൽ അഖ്സയിൽ വന്ന് ഒരാൾ നിസ്കരിച്ചിട്ട് പിന്തിരിഞ്ഞു പോയാൽ അയാൾക്ക് ഹജ്ജ് ചെയ്ത കൂലി, അതായത് പരിപൂർണമായ ശുദ്ധീകരണം. ഒരു കുട്ടിനെ ഉമ്മ പ്രസവിച്ചതുപോലെ അതുപോലെ ആക്കണമെന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ കൊടുത്തു. ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയ്ക്ക് പിന്നീട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പോരിശങ്ങ നിലനിൽക്കുന്നു എന്നാണ്. അപ്പൊ മസ്ജിദുൽ അഖ്സന്റെ ഈ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
മസ്ജിദുൽ അക്സയിൽ പോയി ബൈത്തുൽ മുഖദ്ദിസിൽ പോയി ഒരു വെള്ളം പോലെ കുടിക്കാതെ തിരിച്ചു വരുമായിരുന്നെന്ന്. കാരണം അദ്ദേഹം നിയത്ത് മാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രതിഫലം കാണിച്ചിട്ട് മസ്ജിദുൽ അക്സയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്തിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വെള്ളം കുടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയാൽ എൻ്റെ നിയത്ത് മാറിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ അവിടുന്ന് നിസ്കരിച്ച് വരുന്ന സഹാബികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് വീണ്ടും അവർ വ്യതിചലിച്ചു. ബാബിലോണിയക്കാരനായിരുന്നൊരു രാജാവ് നെബൂഖദ്നേസർ പള്ളി തകർത്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ അയച്ചു, അത് തിരിച്ചു പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലമാ ഹലക നബിയ്യൻ ഖലഫു നബിയ്യൻ, ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ മറ്റൊരു പ്രവാചകൻ വരും. ശേഷം സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ നാം കാണുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവർ താമസിച്ച ഭവനമുണ്ട്. യഹ്യ നബി പ്രബോധനം ചെയ്ത മസ്ജിദ് ഉണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയത്തിനോട് വാർത്തറിയിക്കുന്ന സ്ഥലമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥലം എല്ലാം ഈ മസ്ജിദുൽ അക്സയിലായിരുന്നു. ഇപ്പൊ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വധിക്കാനുണ്ടായത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ജാരസന്തതിയായി കണ്ടവർ വധിക്കാനുള്ള ശ്രമം നടത്തി. മറിയം ഈസ യഥാർത്ഥ ചരിത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനാണ്. ഈസാ നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാം ജൂതന്മാർ ക്രൈസ്തവരെ അവിടുന്ന് ആട്ടി ഓടിച്ചു. അവർ ഖുദ്സിൽ നിന്ന് റോമിലേക്ക് പോയി അവിടെ അഭയം തേടിയത് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ടൈറ്റസ് രാജാവ് പിന്നീട് വീണ്ടും ഖുദ്സ് നശിപ്പിച്ചു. AD 324 റോമൻ ചക്രവർത്തിയായ സൂര്യാരാധകനായ കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് മതത്തിൽ ത്രിയേകത്വം ട്രിനിറ്റി എന്ന് പറയുന്ന സിദ്ധാന്ത പൗലോസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. അവർ രണ്ടുപേരുമാണ് ഇന്നുള്ള ട്രിനിറ്റി ത്രിയേകത്വം എന്ന സിദ്ധാന്തത്തിന് ക്രിസ്തു മതത്തിൽ രൂപം കൊടുത്തത്. പിന്നീട് ഈ കോൺസ്റ്റന്റൈൻ സിറിയ കീഴടക്കി അവിടെയുള്ള ജൂതന്മാരെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. അവിടെ പഴശ്ശിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ക്രൈസ്തവരുടെ കയ്യിലായി ഇരുന്ന ഒരു കാലം, ഉമർ റളിയല്ലാഹുവിന്റെ കാലം വരെ ജൂതന്മാർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വന്നു. ആദ്യമായി തിരിഞ്ഞ് നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നു. മക്കയിൽ നിന്ന് 3 വർഷം മദീനയിൽ 16-17 മാസങ്ങളോളം മുസ്ലിങ്ങളുടെ കിബില ബൈത്തുൽ മുഖദ്ദിസിലായിരുന്നു. ഇത് ഒരു പുതിയ ആദർശമല്ല, ഇത് മുൻഗാമികൾ പിന്തുടർച്ചയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനായിരിക്കാം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം ബൈത്തുൽ മുഖദ്ദിസിനേക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിച്ചത്, പിന്നീട് മാറ്റി നിസ്കരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങളും മഹത്വമുള്ള ഒരു സ്ഥലമാണ് മസ്ജിദുൽ അക്സ, ബൈത്തുൽ മുഖദ്ദിസ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. എത്രമാത്രം പുണ്യം അതിന് കൽപ്പിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കതിനെപ്പറ്റി ധാരണയില്ലാത്ത അവസ്ഥയുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതൊക്കെ കാര്യങ്ങൾക്ക് മഹത്വം കൽപ്പിച്ചിട്ടുണ്ടോ, പുണ്യം കൽപ്പിച്ചിട്ടുണ്ടോ, ആ മഹത്വം നമ്മൾ അതുപോലെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അത് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കണം. എന്താണ് ഈ മസ്ജിദുൽ അക്സ, ബൈത്തുൽ മുഖദ്ദിസ്, പലസ്തീൻ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള നമ്മുടെ കൂറ്, നമ്മുടെ താല്പര്യം എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റോമും പേർഷ്യയും വൻ ശക്തികളാണല്ലോ, നമുക്കൊക്കെ അറിയാം. ഇതൊരു ചരിത്രം പറയുന്ന ക്ലാസ് അല്ല, എന്നാൽ ഒരു കാര്യം പറയുമ്പോൾ അതിലേക്ക് നമ്മൾ കടക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് AD 613 പേർഷ്യക്കാർ റോമിനെ കീഴടക്കിയിരുന്നു. അപ്പൊ കിസ്ര പേർഷ്യൻ ചക്രവർത്തി ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ വധിച്ചിരുന്നു. പേർഷ്യക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അഗ്നിയാരാധകന്മാരാണ്, മജൂസികളാണ്. റോമാക്കാർ ക്രൈസ്തവരാണ്. അപ്പൊ സ്വാഭാവികമായും പേർഷ്യക്കാർ റോമക്കാരെ കീഴടക്കിയപ്പോൾ ക്രൈസ്തവർ ഒന്നടങ്കം അവർ വധിച്ചു, ജെറൂസലം കീഴടക്കി. നുബുവത്തിന്റെ 3 വർഷം കഴിഞ്ഞ് ജൂതർ പേർഷ്യക്കാരെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഖുറൈശികൾ മജൂസികളായ പേർഷ്യക്കാരെ അനുകൂലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും റോമക്കാരെയായിരുന്നു അനുകൂലിച്ചത്. ശരിക്കും ചിന്തിക്കണം. അതായത് പേർഷ്യക്കാർ റോമക്കാർ തമ്മിൽ യുദ്ധമുണ്ടായി, വലിയ സംഘടന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായി അനുകൂലിച്ചതാരെയാണ്? റോമക്കാർ, ക്രൈസ്തവരെ, ബൗദ്ധൈവാരാധകന്മാരാണ് അവർ. എന്നാൽ ഖുറൈശികളും ജൂതന്മാരും സകലരും അനുകൂലിച്ചതാരെയാണ്? പേർഷ്യക്കാർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സപ്പോർട്ട് എങ്ങനെ? കുറച്ചും കൂടി മയമുള്ള ആൾക്കാരെ അനുകൂലിക്കുക എന്ന നിലപാട്.
അതായിരിക്കണം വിശ്വാസികൾക്ക് എപ്പോഴും എന്നും എവിടെ ഉണ്ടാകേണ്ടത്. കണ്ടമായ അന്ധത വന്ന് എല്ലാറ്റിനെയും എതിർക്കുക എന്നൊരു നിലപാടില്ല. അപ്പൊ ഖുറൈശികൾ മജൂസികളായ പേർഷ്യക്കാരെ അനുകൂലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും റോമക്കാരെ അനുകൂലിച്ചു. നമുക്ക് വലിയ പാടുണ്ട്. പക്ഷെ റോമക്കാർ പരാജയപ്പെട്ടു. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു വചനം ഇറങ്ങി. 30-ാം അധ്യായം റൂമിലെ തുടക്കത്തിൽ ഏതാനും വർഷങ്ങൾക്ക് അവർ തിരിച്ചു പിടിക്കുമെന്ന വചനം ഇറങ്ങിയപ്പോൾ ഖുറൈശികൾ പരിഹസിച്ചു. റോം തിരിച്ചു പിടിക്കേ, പേർഷ്യക്കാരെ തോപ്പിക്കേ. ഉബൈ ബിൻ ഖലഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പന്തയം വെച്ചു. പിന്നീട് റോമാ ചക്രവർത്തി വൻ സൈന്യവുമായി വന്ന് പേർഷ്യക്കാരെ നേരിട്ടു. ജൂതന്മാരെ സപ്പോർട്ട് ഇപ്രാവശ്യം ആരുടെ ഭാഗത്താ? റോമാക്കാരുടെ ഭാഗത്താ. അവർ സന്ദർഭോചിതമായിട്ടാണ് അവർ സപ്പോർട്ട് ഉണ്ടാകുക. അവർ വൻ സൈന്യം ആദ്യം പേർഷ്യക്കാരായിരുന്നു കണ്ടപ്പോൾ ജൂതന്മാർ പേർഷ്യക്കാരുടെ കൂടി. ഇപ്പോൾ റോമാക്കാർക്ക് വലിയൊരു സൈന്യം വരുന്നത് കണ്ടപ്പോൾ ജൂതന്മാർ എന്താക്കി? അവരുടെ കൂടി. അത് അന്നും ഇന്നും എന്നും അവരുടെ നിലപാടാണ്. അപ്പോൾ പേർഷ്യക്കാർ എന്താക്കി? ഈ ജൂതന്മാരെ വലിയ പരിഗണിച്ചിരുന്നില്ല. അത് മറ്റൊരു വശം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾ ബദറിൽ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തിയ വർഷവും റോമക്കാർ പേർഷ്യക്കാരെ തോൽപ്പിച്ചതും ഒരേ വർഷമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ജൂതന്മാർ സന്തോഷിച്ചു, പക്ഷെ ക്രൈസ്തവർ അവരെ വിഗണിച്ചു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം റോമാ ചക്രവർത്തി ഹിറക്കിലിന് ഒരു കത്ത് എഴുതുന്നുണ്ട്, അസ്ലിം തസ്ലിം. അപ്പൊ കത്ത് ലഭിക്കുന്നതിന് മുമ്പ് റോമാ ചക്രവർത്തി ഒരു സ്വപ്നം കണ്ടിരുന്നു. സുന്നത്ത് കഴിച്ച ചില ആളുകൾ എന്നെ കീഴടക്കും. അവർ കരുതിയെന്താ? ജൂതന്മാരായിരിക്കുന്നത്. അപ്പൊ കത്ത് ലഭിച്ചപ്പോൾ മസ്ജിദ് അക്സയിലായിരുന്നു ആ സമയത്ത് റോമാ ചക്രവർത്തി ഉണ്ടായിരുന്നത്. അദ്ദേഹം കത്തിൽ ആകർഷണനായി മക്കയിൽ നിന്ന് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന അബൂ സുഫിയാനായിരുന്നു. അപ്പോൾ അബൂ സുഫിയാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കി. അബൂ സുഫിയാൻ പേടിച്ച് സത്യം പറഞ്ഞു, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ ഈ നിന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉടനെ വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞു. കൃത്യം 9 വർഷം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു. അതൊക്കെ വലിയൊരു ചരിത്രമാണ്. അവിടുന്ന് മുതൽ ഇവിടം വരെ വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നാൽ മാത്രമേ ഈ ബൈത്തുൽ മുഖദ്ദിസിന്റെ താക്കോല് നമ്മൾ കൈമാറുകയുള്ളൂ എന്ന് അവിടെയുള്ള പുരോഹിതന്മാർ വാശി പിടിച്ച പ്രകാരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ വൃത്തിനെയും കൂട്ടിയിട്ടായിരുന്നു യാത്ര. ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. കുറച്ച് സമയം കഴുതപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കും, പിന്നെ കുറച്ച് സമയം വൃത്തിനിരിക്കും. അപ്പൊ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് എത്തുമ്പോൾ വൃത്തിന്റെ ഊഴമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇരിക്കണം. അപ്പൊ വൃത്യം പറഞ്ഞാൽ ഞാൻ ഇരിക്കില്ല, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് ചെരുപ്പ് ഊരി ഇങ്ങനെ തോളിലിട്ട് നടക്കുകയാണ്. ആരാ കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്തുള്ളത്? വൃത്യൻ. അതുകൊണ്ട് അബൂ ഉബൈദ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ അന്ത തഫ്അലു ഹാദ, താങ്കളാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത് ആകെ ഒരു ഭക്ഷണമായി പോയി. തഖലഖു ഖുഫൈക വതദഹുമ അലാ ആതികിക, പാദരക്ഷകളും കൊണ്ട് 2 മൂരി തോളിലിട്ട് ഒട്ടകത്തിന്റെ കയറും പിടിച്ച് വെള്ളത്തിലൂടെ താങ്കൾ നടന്നു വരികയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വിടാം, ലം യഖുൽ ദാ ഗൈറുക അബൂ ഉബൈദ ജഅൽതു നഖാല ല ഉമ്മത്തുക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഞാൻ താങ്കളെ പാഠം പഠിപ്പിക്കുമായിരുന്നു. കാരണം അബൂ ഉബൈദ എന്ന് പറഞ്ഞ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. താങ്കളല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിന് പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ താങ്കളെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ന കുന്ന അദല്ലകോ, നമ്മൾ നിന്ദ്യരായിരുന്നു. ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപം നൽകിയത്. ഫമഹ്മാനത്തുൽ ഇസ്സത ബിഗൈരി മാ അസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്, ഇസ്ലാം അല്ലാത്ത വേറെ ഏതെങ്കിലും കൊണ്ട് നമ്മൾ പ്രതാപം അന്വേഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിന്ദ്യരാക്കി കളയും. കണ്ട, ഇസ്ലാം അല്ലാതെ വേറെ ഏതെങ്കിലും കൊണ്ട് നമ്മൾ പ്രതാപം അന്വേഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്ദ്യരാക്കി കളയും. അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് അതായിരിക്കണം സത്യവിശ്വാസികളെ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ എപ്പോഴും കണ്ടു നടക്കേണ്ടത്. ഇസ്ലാമാണ് നമുക്ക് ഇസ്സത്ത് നൽകിയത്. ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ, പ്രത്യേകിച്ച് തൗഹീദ് വിഷയങ്ങൾ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ജീവിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന കാര്യം അടിസ്ഥാനപരമായ കാര്യമാണ്. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച മഹത്വങ്ങൾ, പവിത്രതകൾ അതെന്തിനൊക്കെയുണ്ടോ അതേ കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം
നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്തിനോട് സ്നേഹം കാണിക്കുക, എല്ലാവിധ ബിദ്അത്തുകളും ഖുറാഫത്തുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. സംഗീതം, സിനിമ, മ്യൂസിക്, സീരിയൽ ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. കൊടുക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, സദാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിലെ ഏതെങ്കിലും നിമിഷത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിമ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.